ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. നമുക്ക് അച്ഛന് വേണ്ടിയിട്ടുള്ള കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ വെച്ച് നടക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ഷോർട്സ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പുലർച്ചയ്ക്ക് എണീറ്റിൻ്റെ ഹാങ് ഓവർ ആണ് കേട്ടോ എൻ്റെ മുഖത്തുള്ളത്. അപ്പു അച്ഛനും കൂടെ അവിടെ കാര്യമായിട്ട് എന്തോ ചർച്ചയിലാണ്. എല്ലാവരും എണീറ്റുണ്ട്, അല്ലൂട്ടനും തുമ്പി ഒഴുകി. അപ്പം ഞാൻ വേഗം പോയി കുളിച്ചു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് താഴെ വന്ന് പിന്നെ കുറച്ചെടുത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അല്ലൂട്ടനും തുമ്പി എല്ലാവരും എണീറ്റുണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മയും മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ആര്യൻ്റെ അമ്മയും അച്ഛനൊക്കെ വന്നത് കഴിഞ്ഞ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അത് തുമ്പമ്മ എന്തോ പറഞ്ഞ് വാശി പിടിക്കട്ടെ, എന്തിനാണെന്നറിയില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്രയൊന്നും രണ്ടുപേരും അലമ്പാക്കിയിട്ടില്ല. പുക കാരണം അവിടെ മുകളിലേക്കൊന്നും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അല്ലൂട്ടനൊക്കെ കുളിപ്പിച്ച് എങ്ങനെയോ ഞാൻ താഴേക്ക് എത്തിയതാണ്. തുമ്പമ്മയ്ക്ക് കഞ്ഞി കൊടുത്തിട്ട് ആര്യൻ്റെ അടുത്തേക്ക് ആക്കി. പിന്നെ ഞാൻ അല്ലൂട്ടനും കഞ്ഞി കൊടുത്തുട്ടോ. വേഗം കഞ്ഞിയൊക്കെ ഉണ്ടാക്കി അവരുടെ ഫുഡ് അടിയൊക്കെ വേഗം തന്നെ കഴിച്ചു വെച്ചു. ഇല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല. വല്യമ്മയും അമ്മച്ചിയും അമ്മുട്ടിയും പിന്നെ അച്ചമ്മയും മേമയും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പാപ്പന്മാരും വലിയച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഗണപതി ഹോമവും ഭഗവതി സേവയും അങ്ങനെ കുറച്ച് എന്തൊക്കെയോ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ അറിയത്തില്ല. അങ്ങനെയാണ് എന്നോട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആവാഹനമാണോ എന്നുള്ളത്. അതേ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിരുനെല്ലിക്ക് കൊണ്ടുപോവില്ല, അങ്ങനെയുള്ള ആ ഒരു സംഭവമാണ് കേട്ടോ നടത്തുന്നത്. ഗണപതി ഹോമൊക്കെ കഴിഞ്ഞപ്പം പിന്നെ എല്ലാവരും വേഗം ചായ കുടിക്കാനിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് എന്തോ കർമ്മങ്ങളും കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൂടെ കഴിച്ചിട്ടാണ് ഇറങ്ങുക. ഇവിടെ നിന്ന് നമ്മൾ നേരെ തൃശ്ശേരി അമ്പലത്തിൽ പോയി അവിടെ നിന്നാണ് പിന്നെ തിരുനെല്ലിക്ക് പോവുക. തിരുനെല്ലി അമ്പലത്തിൽ പോയി അവിടെ സ്റ്റേ ആയിരിക്കും. പിറ്റേന്ന് രാവിലെ ബലിയൊക്കെ ഇട്ടിട്ട് പിന്നെ നേരെ പെരളശ്ശേരി അമ്പലത്തിൽ പോയി അവിടെയും തൊഴുത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരിക കേട്ടോ. അപ്പോൾ ഇതാണ് പ്ലാൻ ഉള്ളത്. ഞങ്ങൾ ആരൊക്കെയാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ, അപ്പു, ആര്യ, അമ്മ, മക്കൾ 2 പേര്, പിന്നെ ആര്യയുടെ അമ്മയും അച്ഛനും ഉണ്ട്. അതല്ലാതെ എൻ്റെ അച്ഛന് ശരിക്കും സിബ്ലിങ്സ് ആയിട്ട് ഒരു ഏട്ടനും ഒരു അനിയത്തിയാണുള്ളത്. അതിൽ ഇപ്പോൾ ഏട്ടൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ, അതായത് ഞങ്ങളുടെ വലിയച്ഛൻ മാത്രം. അച്ഛൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഈയാന്നാണ് വിളിക്കാറ്. അപ്പോൾ ഈയും അച്ഛനും ഇപ്പോൾ ജീവനോടില്ല. അപ്പോൾ വലിയച്ഛനാണ് ഞങ്ങളെ കൂടെ ഒന്ന് വരുന്നത്. പിന്നെ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ വലിയച്ഛൻ്റെ മോനാണ് ബത്തേരിയുള്ള ഞങ്ങൾ ബാബു വലിയച്ഛൻ. അപ്പോൾ വലിയച്ഛനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പേരാണ് നമ്മൾ പോണത്. അച്ഛനും ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത്രയും ആൾക്കാരാണ് പോണത്. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും കൂടെ പുറത്തേക്ക് ഇരുന്നതാണ്. ഉള്ളിൽ ഭയങ്കര പുകയായിരുന്നു. അല്ലൂട്ടൻ ആര്യൻ്റെ അച്ഛനുമായിട്ട് ഭയങ്കര സെറ്റായിട്ടാണ്. കുട്ടിക്ക് ഫോൺ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെ അവൻ ഫോൺ വാങ്ങിച്ചു. അച്ഛനോട് നൈസായിട്ട് കമ്പനിയായി അച്ഛൻ്റെ ഫോണൊക്കെ വാങ്ങി അച്ഛനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഫുള്ള് നടത്തു കേട്ടോ മൂപ്പരുടെ. തുമ്പമ്മയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ, ഓൾവേസ് ആര്യ 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 എന്നുള്ളൊരിതേ ഉള്ളൂ. ആര്യയാണ് ഒരുക്കി കൊടുത്തതൊക്കെ കേട്ടോ, ഇങ്ങനെ ഒരുക്കിയത്. പിന്നെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അവൾ എന്തോ കഥ പറയാണ്. പിന്നെ അമ്മ പോകുന്നതിനെക്കുറിച്ച് നമ്പൂതിരിനോട് എന്തൊക്കെയോ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. പിന്നെ അല്ലോട്ട് എന്താ പ്രേമമാമൻ്റെ വട്ടം ചൂടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് അതിന് പോവുള്ളൂ. പണികളെല്ലാം രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും പൂജയോ കർമ്മങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രസാദം ഒന്നും നമ്മൾ വെറുതെ കളയാൻ പാടില്ല. അതുപോലെ നമ്മളൊരു പ്രോഗ്രാമിനാണെങ്കിലും എന്തിനാണെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് പറയുക. ഒരാൾക്കുള്ള ഭക്ഷണമൊക്കെ ബാക്കി വരാം, തീരെ വടിച്ച് തീരണമെന്നല്ല, എന്നാലും അധികം ഭക്ഷണം ബാക്കി വരാതിരിക്കുക, അതൊക്കെ നല്ലതാണ്. അപ്പോൾ ആ കാര്യത്തിലും നമ്മൾ ആഗ്രഹിച്ച പോലെ പൂജകളെല്ലാം നല്ല രീതിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഭക്ഷണമാണെങ്കിലും ഓവറായിട്ട് വേസ്റ്റ് ആവുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രസാദം എല്ലാവർക്കും കൊടുക്കാൻ പറ്റി. കാരണം അന്ന് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയായിരുന്നു തൊഴിലുറപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിമാർക്ക് എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞതാ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം ഇറങ്ങുകയാണ് കേട്ടോ, ഇനി ലേറ്റ് ആവണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ ചുറ്റും നടന്നിട്ട് എല്ലാം എടുത്തു വെച്ചോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലൂട്ടൻ എവിടെയാണ് അമ്മമ്മ കയറുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അമ്മമ്മേനെ കൂടെ അല്ലാതെ വേറൊരു പരിപാടി ഇല്ലയെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഞങ്ങൾ വേഗം എന്താ വെച്ചാൽ ആദ്യം ബാക്കിൽ പോയി സീറ്റ് പിടിച്ചു, ഞാനും ആര്യ കേട്ടോ. കാരണം ഇവരെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ സീറ്റ് പിടിക്കേണ്ട വെച്ച് വേഗം സ്റ്റൈലാക്കി ഓടി കയറി ബാക്കിലിരുന്നു. പക്ഷേ ബാക്കിൽ നല്ല സുഖമായിരുന്നു. പക്ഷേ മുമ്പിൽ ഇവരെ കണ്ടപ്പോൾ പാവം തോന്നി. ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന പോലെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആദ്യം തന്നെ അരീക്കുളങ്ങര അമ്പലത്തിലൊന്നും പോയി തൊഴേണ്ടതുണ്ടായിരുന്നു. ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ പോയി അരീക്കുളങ്ങര അമ്പലത്തിലും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ഞങ്ങൾ പറഞ്ഞു കേട്ടോ, ഞങ്ങൾ മുമ്പിലേക്ക് ഇരിക്കാം, നിങ്ങൾ എന്നാൽ ബാക്കിലിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് 3 പേർക്ക് സുഖമായിരിക്കാമല്ലോ എന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ 4 പേരും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. തുമ്പമ്മ കയറിയ പാടും തന്നെ ഉറക്കായി കേട്ടോ. വലിയച്ഛന്മാരും അച്ഛനും ആര്യയുടെ അച്ഛനും ബാക്കിൽ സുഖമായിട്ടിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, പോവുക വരിക ഒന്നിലും നമ്മൾ നോർമലി എവിടെയെങ്കിലും യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ പാട്ട് വെക്കുന്നൊരു ശീലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പോക്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ഞങ്ങൾ പാട്ട് വെച്ചിട്ടില്ല. സംസാരിച്ചിരുന്നു, കുറേ ഉറങ്ങി, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അച്ചച്ചനുള്ളതുകൊണ്ട് പിന്നെ തീരെ നേരം പോക്ക് വേറൊന്നും വേണ്ടിയിരുന്നില്ല. അച്ചച്ചൻ കുറേ കഥ പറയും, പണ്ടത്തെ കഥയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കളിയാക്കിക്കൊണ്ടായിരുന്നു ഫുള്ള് സംസാരം. അതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഞാനപ്പോൾ നോക്ക് ഞാൻ എന്ത് കോലത്തിലാണ് വന്നത്, ഞാനും ആരെയും അണ്ണാച്ചി കോലത്തിലാണ് വന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് പറയുകയും ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ഒരുങ്ങിക്കെട്ടി പോകണം. ഇപ്പം എന്തോ കോലത്ത് എങ്ങനെയെങ്കിലും വന്നാൽ മതി,
കണ്ണൊക്കെ എന്തോ ആയിട്ടുണ്ട്, കാരണം രാവിലെ എണീറ്റ് തലേന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ. ക്യാമറ കണ്ടാൽ പിന്നെ തുമ്പമ്മേനോട് അഭിനയിക്കാൻ ആരും പറയണ്ട ഗൈസ്. അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയിട്ടോ. അമ്മയുടെ നാട്ടിലേക്കാണ് പോണത്. അമ്മയ്ക്കെല്ലാം അറിയാം എന്നുള്ളൊരു അഹങ്കാരം ആ മുഖത്തുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് അമ്മയുടെ വീട് മാനന്തവാടിയാണല്ലോ. അപ്പം ഞങ്ങൾ തിരുനെല്ലിക്കാണല്ലോ പോണത്. അപ്പോൾ അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൃശ്ശേരി അമ്പലത്തിൽ കയറിയിട്ടാണ് അത്രേ തിരുനെല്ലിയിലേക്ക് പോകേണ്ടത്. എന്തൊക്കെയോ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി നിങ്ങളോട് പറഞ്ഞു തരാൻ അറിയില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ശിവപാദമാണ് തിരുനെല്ലി ഉള്ളത്. അപ്പോൾ ശിവനെ ആദ്യം തൃശ്ശേരി അമ്പലത്തിൽ വന്ന് തൊഴുത് എന്നിട്ട് വേണം തിരുനെല്ലിയിൽ പോയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം ഞാൻ അച്ഛൻ്റെ കാര്യത്തിനല്ലേ പോണത്. അപ്പോൾ അച്ഛൻ്റെ ആത്മാവിനെ വിഷ്ണുപാദം പോവാണെന്നാണ് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പിന്നെ അച്ഛനെ ഇരുത്താൻ പോവാണ്, അങ്ങനെ ഒരു കൺസെപ്റ്റാണുള്ളത്. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറഞ്ഞു തരാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ എല്ലാവരും സോറി. ഞാൻ പ്രത്യേകിച്ച് സോറി പറയുകയാണ്, എനിക്ക് അറിയില്ല ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ തൃശ്ശേരി അമ്പലത്തിലാണ് പോണത്. പിന്നെ തിരുനെല്ലിയിൽ പോവും, ഇന്ന് തൊഴും, പിന്നെ അവിടെ സ്റ്റേ ചെയ്യും, പിറ്റേന്നാണ് ബലിയിടുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കേട്ടോ പോകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇപ്പോൾ പോണ വഴിക്ക് ആനയുണ്ടോ പിന്നെ മാനുണ്ടോ അതുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് പോണത്. അപ്പോൾ ഇതാണ് തൃശ്ശേരി അമ്പലം കേട്ടോ. ചെന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ആലും പിന്നെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് തൃശ്ശേരി അമ്പലത്തിലാണെങ്കിലും തിരുനെല്ലി അമ്പലത്തിലാണെങ്കിലും ഒക്കെ പോണത്. അപ്പം കാണാനുള്ളൊരാഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലുപരി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു കേട്ടോ. കാരണം അച്ഛന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിരുനെല്ലി അമ്പലത്തിൽ പോയിട്ട് ഈ ബലിയിടുക എന്നൊക്കെ പറയണത് മോക്ഷം ലഭിക്കാൻ എന്നൊക്കെയാണ് പറയണത്. അപ്പം അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം ലഭിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അച്ഛന് വേണ്ടി ഞങ്ങൾക്ക് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയായിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയോ ഷീട്ടാക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അമ്മ വേഗം ഇറങ്ങണത് കേട്ടോ. അപ്പോൾ അമ്മയും അപ്പവും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും പാടെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്തൊക്കെയോ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേ നടക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാണ്. ഞങ്ങൾ പോയി എൻ്റെ കോലം എനിക്ക് തന്നെ കാണാൻ വയ്യ കേട്ടോ. ഞാൻ എങ്ങനെയോ ഉറങ്ങി, വണ്ടിയിൽ നിന്നൊക്കെ ഫുള്ള് ഉറക്കവും എങ്ങനെയൊക്കെയോ ആണ് കേട്ടോ അവിടെ എത്തുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുതരാണ് ആ അമ്പലത്തിൻ്റെ ആ ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടാണ് ഉള്ളത് എന്നുള്ളത് കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. നടന്ന് ക്ഷീണിച്ച് ആരി ഇരിക്കുകയാണ് ഗൈസ്. അവളും അവിടെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ ഒരു ബാത്റൂം ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി പിന്നെ കാലൊക്കെ കഴുകി അങ്ങനെ ഇതാ തിരിച്ച് വന്നു. അപ്പോൾ അമ്പലം ഞങ്ങൾ ചുറ്റാൻ വന്നതാണ് കേട്ടോ. അപ്പോഴാണ് ഇത് അവിടെ കാണിച്ചിരുന്നത്. ഞാൻ നേരത്തെ കാണിച്ച അമ്പലമാണ് കേട്ടോ. അത് ചുറ്റിലും ഇങ്ങനെ വെള്ളമുണ്ട്. അപ്പോൾ ഇങ്ങനെ തീർത്ഥം വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അതൊക്കെ കൊണ്ട് നമ്മുടെ ദേഹമൊക്കെ ശുദ്ധിപ്പെടുത്തിയിട്ടാണ് അമ്പലത്തിലേക്ക് കയറുന്നത്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു തന്നിട്ട് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. എന്തെങ്കിലുമൊക്കെ അറിയാൻ ഞാൻ വലിയച്ഛനോടാണ് ചോദിക്കുന്നത്. വലിയച്ഛൻ ഇവിടെയൊക്കെ നല്ല അറിയാം. വലിയച്ഛൻ ഫോറസ്റ്റിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റിട്ടയറായി. പിന്നെ ഏട്ടൻ കെയറിങ് സേട്ടായി അനിയത്തിനെയും കൊണ്ട് നടക്കുകയാണ്. വെള്ളത്തിൽ കാല് വെച്ചരാം മോളെ, വെള്ളത്തിൽ ഞാൻ കാല് കഴുകിത്തരാം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതാ അച്ഛൻ തുമ്പമ്മേൻ്റെ കാല് കഴുകി കൊടുത്ത് അത് കണ്ടപ്പോൾ അല്ലൂട്ടൻ ഓടി വന്ന് എനിക്കും വേണം അമ്മച്ചാന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ചെയ്തു കൊടുക്കുക. അത് ആര്യയുടെ അച്ഛനാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ അച്ഛനെ മിസ് ചെയ്തു. കാരണം അച്ഛനുണ്ടായിരുന്നെങ്കിലും ഇപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഗൈസ്. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെയും തൊഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ചുറ്റിലും ഇങ്ങനെ പ്രദക്ഷിണം വെക്കുമ്പോഴാണ് ഓരോരോ കാഴ്ചകൾ കണ്ട് നിങ്ങളോട് പറഞ്ഞു തരാണ് കേട്ടോ. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാൻ വേണ്ടിയിട്ടില്ലേ. നല്ല ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഗണപതിയാണ്. ആൻഡ് ഇതായിരുന്നു എൻ്റെ മക്കളെ ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. പൈസ ഇടുക, ഇങ്ങനെ ഭണ്ണാരത്തിൽ പൈസ ഇടുക. അമ്മേൻ്റെ പൈസ കാലിയാക്കിയിട്ടുണ്ടാവും അവർ. അമ്മമ്മയെ പൈസ ഉണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ പിന്നാലെ നടക്കായിരുന്നു കേട്ടോ. പോണ വഴിക്ക് ഒരു ആനേനെ കാണിച്ചിട്ടാന്ന് ആദ്യമേ പറഞ്ഞതുകൊണ്ട് വഴിക്ക് ഞാൻ എത്തി നോക്കാത്ത സ്ഥലങ്ങളില്ല. ഒരു എണ്ണം പോലും പേരിന് ഒരു ആനേനെ പോലും കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ അല്ലൂട്ടിന് ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ. ആക്ച്വലി ആനേനെയൊക്കെ കണ്ട സ്ഥലമാണ്, പക്ഷേ ഒന്നിനെയും കണ്ടില്ല. മാനിനെ കണ്ടു, മയിലിനെ കണ്ടു, പിന്നെ കുറേ കുരങ്ങന്മാരെ കണ്ടു. അങ്ങനെ തന്നെ ഞങ്ങൾ പോവാണ്. നല്ല ഇരുടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചില സ്ഥലത്തൊക്കെ മരമൊക്കെ കാണുമ്പോൾ ഞങ്ങൾ അത് ആനയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ അല്ലൂട്ടൻ തലയിട്ടോ കൂട്ടോ. പാവം അതിന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പിന്നെ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ പറയായിരുന്നു ഇരുടാവുന്നതിന് മുമ്പേ അപ്പുറത്തെത്തണം. മീൻസ് ഈ ഒരു വഴിയിലൊക്കെ വണ്ടികൾ വളരെ കുറവാണ്. അപ്പം ഞങ്ങളിങ്ങനെ വിചാരിക്കും എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ ആരെടുത്താൽ പറയുക എന്നുള്ളത് അല്ലേ. അത്രയും ഒരു കാടൊക്കെ ആകുമ്പം അവിടെ വേറെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതാ തിരുനെല്ലി അമ്പലത്തിലെത്തി. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര നമ്മളെ മൈൻഡിന് ഭയങ്കര പ്ലസൻ്റ് ആക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു.
ചുറ്റിലും ഉണ്ടായിരുന്നത്. അങ്ങനെ എന്താ ഞങ്ങൾ പഞ്ചതീർത്ഥം വിശ്രമ മന്ദിരത്തിലാണ് സ്റ്റേ ചെയ്യുന്നത്. അവിടേക്ക് കയറി അതാ റൂം എടുത്തുകൊണ്ടിരിക്കുക, എല്ലാവരും ഇരിക്കാൻ കേട്ടോ. ഇവരൊന്നും എനിക്കറിയില്ല, ഇവരൊക്കെ അവിടെ ഉള്ള ആരോ ആണ്. അങ്ങനെ അതാ ഞങ്ങൾ അമ്പലത്തിലേക്ക്, അമ്പലത്തിൻ്റെ തന്നെ വിശ്രമ മന്ദിരമാണ് കേട്ടോ അത് ഞങ്ങൾക്ക് സെറ്റാക്കി തന്നത് ഞങ്ങൾ സന്തോഷ് മാമനാണ്, അമ്മയുടെ ബ്രദറാണ് കേട്ടോ. അപ്പോൾ സന്തോഷ് മാമനാണ് ഞങ്ങൾക്ക് ഇവിടെ അതൊക്കെ സെറ്റായി തന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിൽ അതൊക്കെ വെച്ച് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വെച്ചാൽ എല്ലാവരും പാടെ ഇറങ്ങുകയാണ് കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ പോയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയോ, തുമ്പമ്മേനെ പറശ്ശിനിക്കടവ് ചോറൂണിന് വേണ്ടിയിട്ട് പോയില്ലേ, അപ്പോഴാണ് ആര്യയുടെ അമ്മയും അച്ഛനും നമ്മളെല്ലാവരും പാടെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ കാലത്തേക്ക് ഇങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ അച്ഛൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും പാടെ ഇങ്ങനെ ഇറങ്ങിയത്. ഈ ഭാഗം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ വീടിൻ്റെ ആധാരം എടുത്ത് കൈ പിടിക്കായിരുന്നു എന്ന്. എൻ്റെ 2 ട്രോഫികളും അങ്ങോട്ടൊരു ചായ്വ് കൂടുതലാണ്. അപ്പ് കണ്ടില്ലേ, എനിക്കിവൻ ആരാന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കൈ വിട്ടിട്ട് ഓടുന്നത്. കാരണം മൂപ്പരെ കണ്ണ് ഫുൾ അതിലാണേ, എന്താണ് വാങ്ങിക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് നോക്കുമ്പോൾ ഇത് അതിൻ്റെ അപ്പുറം അതാ ഭയങ്കര ബേബീനെ വേണം, 5 ബേബീനെ വേണം, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ടാണ് തുമ്പമ്മേൻ്റെ പോക്ക് കിട്ടുക. ഇതിപ്പോൾ എന്താ തുമ്പമ്മ പറഞ്ഞുകൊണ്ട് പോകണമെന്നറിയാം, വാങ്ങിക്കണം ഇതന്നെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഇതിപ്പോൾ വോയിസ് ഓവർ ചെയ്യണത് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ടിൽ സോങ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യണത്, അല്ലേ അവൾ പറയുന്നത് കേൾപ്പിച്ചു തരായിരുന്നു. രാത്രി നല്ല ഇരുടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ മുകളിലേക്ക് കയറുന്നതെന്ന് വെച്ചാൽ നാളത്തേക്കുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ഉണ്ടാവും. നാളെ നമ്മൾ ബലിയിടാണല്ലോ, അപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളും. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു നമ്മൾ അവിടുന്ന് പിന്നെയും റൂമിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. പോകുന്നതിന് മുമ്പേ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വ്രതമാണല്ലോ, ഇതിൻ്റെ വ്രതമായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഒരിക്കലാണ്, അതുകൊണ്ട് അരിഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അരിഭക്ഷണമല്ലാത്ത എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണം. ഞങ്ങളൊക്കെ സത്യം പറയുകയാണെങ്കിൽ സൈഡായിന് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയായിട്ടുണ്ട്. പക്ഷെ നല്ല തണുപ്പാണ്. അപ്പോൾ നാളെ പുലർച്ചയ്ക്ക് എണീച്ചിട്ട് ബലിയിടാൻ പോകുമ്പം ഈറനോട് കൂടി പോകണം. അതായത് മൊത്തം നനഞ്ഞിട്ട് പുഴയിൽ മുങ്ങൊക്കെ വേണമെന്നൊക്കെ കേട്ടപ്പോൾ തന്നെ എൻ്റെ എല്ലാ കിളിയും ഒരുമിച്ച് പറയിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഈ തണുപ്പത്ത് ഞാൻ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിട്ട്. പിന്നെ തുമ്പമ്മേൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അവർക്ക് നല്ല കഫക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് എന്താവും അവസ്ഥ എന്നുള്ളതൊന്നും അറിയില്ല. അല്ലൂട്ടൻ ഭയങ്കര ലാവിഷായിട്ട് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ മൂപ്പർ അങ്ങനെ തന്നെയാണ്, എന്തോ ഒരു റിസ്ക്കും അപ്പോൾ സിമ്പിളായിട്ട് എടുക്കും. പിന്നെ കുറേ കഴിയുമ്പോഴേക്കും വല്ല പണിയും കിട്ടുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കായിരുന്നു. ഞാൻ പൊറോട്ടയാണ് കേട്ടോ കഴിച്ചത്. പൊറോട്ടയും കുറുമക്കറിയാണ്, ബാജിക്കറിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭക്ഷണമായിരുന്നു. പിന്നെ അരിഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മസാല ദോശ നെയ്റോസ്റ്റും കണ്ടാൽ ഞാൻ വിടാറില്ല ഗൈസ്. പക്ഷേ ഇത്തവണ ഞാൻ എന്ത് ചെയ്തു, എനിക്കിത് കഴിക്കാൻ പറ്റില്ലല്ലോ, ഇതുകൊണ്ട് ഞാൻ ഇത് കഴിച്ചു. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ഇതാ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തന്നെ തുമ്പമ്മയ്ക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നട്ട്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ അവൾക്ക് ബ്ലൂബെറി വേണേന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും പോയി അന്വേഷിച്ച് എവിടെയും അത് കിട്ടാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വരികയാണ് കേട്ടോ. മിണ്ടൂല എന്റെ അണ്ടിപ്പരിപ്പ് തരൂല പറയും. അവളെ അണ്ടിപ്പരിപ്പ് നോക്കുക, ബാക്കിലത് അവളെ ബാക്കിൽ എടുത്തിട്ട് ആര്യ അവളുടെ അമ്മേൻ്റെ അടുത്തായിക്കോട്ടെ കെട്ടിയോൻ്റെ അടുത്തായിക്കോട്ടെ അടുത്തിരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒന്നും എൻ്റെ തുമ്പമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അമ്മയും കട്ടിൽ കണ്ടതേ ഓർമ്മയുള്ളൂ, ഇതാ കിടക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നല്ല ഉറക്കമാണ്. ഇവിടെ ഒരുത്തി വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലൂട്ടൻ അമ്മേൻ്റെ ഫോൺ നന്നായിട്ട് ചാമ്പിയിട്ട് ഇവിടെ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി കിടക്കാനുള്ള പരിപാടിയിലാണ്. രാവിലെ പുലർച്ചയ്ക്ക് ഞാൻ എണീറ്റപ്പോൾ കണ്ടത് അമ്മേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് തണുപ്പായതുകൊണ്ട് മുഖത്ത് എന്തോ ക്രീമോ അപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം എന്തോ തേക്കുന്നതാണ്. അപ്പോൾ ഞാൻ അമ്മേനെ കളിയാക്കുകയാണ്, ആ വെള്ളത്ത് മുങ്ങാൻ പോകണമെങ്കിൽ എന്തിനാ അതൊക്കെ എടുത്ത് തേക്കണേന്ന്. എൻ്റെ അല്ലൂട്ട് എന്താ അങ്ങനെ നിൽക്കുന്നുണ്ട്. തുമ്പം അത് ആ ആര്യൻ്റെ അടുത്ത് അപ്പോഴേ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് രാവിലെ എണീറ്റിട്ട്. ഇനി ഇതാ ഞങ്ങൾ എല്ലാവരും കുളിക്കണം അത്രേ. കുളിച്ചിട്ട് അമ്പലത്തിന് അവിടെ പോയി ബലിയിടാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വെള്ളത്തിൽ മുങ്ങി കുളിച്ചിട്ട് വേണം, വീണ്ടും വെള്ളത്തിൽ മുങ്ങിയിട്ട് വേണം ബലിയിടാൻ പോകാൻ വേണ്ടിയിട്ട്. ആലോചിച്ചിട്ട് തന്നെ എനിക്ക് ഇപ്പം തന്നെ തണുക്കുന്നു, അമാതിരി തണുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഭക്ഷണം ഇപ്പം ഒന്നും കഴിക്കാൻ പാടില്ല. ഇപ്പോൾ സമയം ശരിക്കും പറഞ്ഞിട്ട് ഒരു 5:30 ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. അവിടെ നിന്നാണ് ബലീൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകേണ്ടത് കേട്ടോ.
തണുപ്പ് ഏത് ലെവലായിരുന്നു എനിക്ക് പറയാൻ കൂടെ വയ്യ. അത്രയും നല്ല തണുപ്പായിരുന്നു. രാത്രി ഫാന് പോലും ഇടാതെ ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നത്. ഞാനൊന്നും അങ്ങനെ കിടക്കാറ് പോലുമില്ല. അങ്ങനെ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനൊക്കെ കുളിച്ചിട്ട് ഇങ്ങനെ ഗിടുകിടുന്ന് പറഞ്ഞ് വിറച്ചോണ്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബലിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി നമ്മൾ പാപനാശിനിയിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ദുർഘടമായ വഴികളുണ്ടായിരുന്നു. പക്ഷേ അമ്മ പറയണു പണ്ടൊക്കെ ഇതിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പം അത്രയില്ലാന്ന്. തുമ്പമ്മേൻ്റെ തലയിൽ മഞ്ഞുള്ളാതിരിക്കാൻ വേണ്ടി തോർത്തൊക്കെ കെട്ടിക്കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഒരു പകുതി വഴി വരെ നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിലമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു പകുതിയിലപ്പുറത്തേക്ക് ഉരുളൻ കല്ലുകൾ, കൂർത്ത കല്ലുകളൊക്കെ ഉള്ള കല്ലുകളുള്ള ഒരു വഴിയായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് കാലിന് കുറച്ച് പെയിൻഫുള്ളാണ്. ബട്ട് ഓക്കെ, കാരണം നമ്മുടെ ആവശ്യമാണല്ലോ, നമ്മൾ പാപനാശിനിയിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ അത് കുറച്ച് നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ തീർന്നു പോട്ടെ അല്ലേ. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. തുമ്പമ്മ തലകെട്ടാൻ സമ്മതിച്ചു. അല്ലൂട്ടനെ ഞാൻ കെട്ടിച്ചിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അല്ലൂട്ടൻ്റെ കാര്യം അരച്ചിട്ടാണ് എനിക്ക് പാവം തോന്നുന്നത് കേട്ടോ. കാരണം ആ വെള്ളത്തിൽ അവൻ ഇറങ്ങണ്ടേ, നമുക്ക് തന്നെ തണുത്ത് വിറച്ചിട്ട് വയ്യ. അത്യാവശ്യം കുറച്ച് ഇരുടാണ്. ഈ ഒരു ഭാഗമൊക്കെ, ഈ ഒരു സ്ഥലമൊക്കെ ഞങ്ങൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ബലിയിട്ട് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് കേട്ടോ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ച് ഇരുടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അവിടെ കണ്ടപ്പോൾ ഞാൻ അമ്മേനോട് ചോദിച്ചു, അമ്മ ഇതെന്താണെന്ന്. അപ്പം അമ്മേൻ്റെ നാടാണല്ലോ. അമ്മ എന്നോട് പറഞ്ഞത് സീതാദേവീൻ്റെ പാദമാണെന്നാണ്. പക്ഷേ കറക്ഷൻ ഉണ്ട് ഗൈസ്, അതെന്താണെന്നുള്ളത് ഞാൻ തിരിച്ച് വരുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇത് ആക്ച്വലി അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ പോവാണ്. ഇനി ഇവിടെ എന്തൊക്കെയോ പഞ്ചതീർത്ഥം എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുറച്ചൊക്കെ വായിച്ച് നോക്കിയിട്ടാണ് പോയത്. ഇതിൻ്റെ എന്തെങ്കിലും ഉണ്ടോ അവിടെ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. തിരിച്ചു വരുമ്പോഴാണ് സത്യാവസ്ഥ നമ്മൾ അറിയുന്നതെന്ന് മാത്രം. നാട്ടുകാരി ആയതുകൊണ്ട് അമ്മ പറയുന്ന മൊത്തം വിശ്വസിച്ചിട്ട് കാര്യമില്ലല്ലോ. തിരിച്ചു വരുമ്പോൾ അന്വേഷിച്ചപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത്. ഞാൻ വിചാരിച്ചു തുമ്പമ്മ ഉറങ്ങുകയാണെന്ന്. പക്ഷേ ഉറങ്ങല്ല ഗൈസ്, അവൾ സുഖിച്ച് കിടക്കുകയാണ്. ബാക്കിയുള്ളവൻ കാല് ഒക്കെ പണിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആര്യ അമ്മേൻ്റെ കൈ പിടിച്ച് ഏന്തി വലിഞ്ഞൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് ഗൈസ് ഞങ്ങൾ മൊത്തത്തിൽ. ഇനിയിപ്പം അവിടെ ചെന്നാലും ആര്യയും അമ്മയും ഇറങ്ങണില്ല. അപ്പോൾ അവരടുത്ത് തുമ്പമ്മേനെ കൊടുക്കും. നമ്മളെല്ലാവരും കൂടെ ഇറങ്ങും കേട്ടോ ബലിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണല്ലോ പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിട്ട് ബലിയിടാൻ വേണ്ടിയിട്ട് അവിടെ കയറി നിൽക്കണ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി വെള്ളത്തിൽ ഇറങ്ങി, അതായത് പുഴ പോലെ ഒരു അരുവി പോലെ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഇറങ്ങി നമ്മൾ നിന്നിട്ട് ആ വെള്ളത്തിൽ നിന്നിട്ടാണ് നമ്മൾ ബലിയിടുക. പിന്നെ എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ് അട്ട. അത് വേറൊന്നുമല്ല, നമ്മളറിയാണ്ട് നമ്മളെ കടിക്കുന്നതാണ് എനിക്ക് പേടി. ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ലീച്ചിനെ പഠിക്കാനുണ്ടാവും, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ എനിക്ക് പേടിയില്ല. പക്ഷേ അല്ലാണ്ട് ഇങ്ങനെ കടിക്കണം എനിക്ക് ഭയങ്കര പേടിയാട്ടോ. അങ്ങനെ ഞങ്ങൾ ബലി ഇട്ടു. അവിടെ നിന്ന് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിറങ്ങണം. ഞാനും അമ്മയൊക്കെ ഈറനോടെ തന്നെയാണ് ഉള്ളത്. പക്ഷേ ആർക്ക് ഇവളെ എടുത്ത് നടക്കാൻ പറ്റില്ലല്ലോ വെച്ച് ഞാൻ ഇവളെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ തുമ്പമ്മ എൻ്റെ പറ്റി കിടക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ എനിക്ക് വിറച്ചിട്ട് വയ്യ കേട്ടോ, ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ വീണ്ടും വെല്ലിച്ചനോട് ചോദിച്ചു, വെല്ലിച്ച ഇവിടെ എന്താണ് സംഭവം എന്നുള്ളത്. അമ്മ പറഞ്ഞു സീതാദേവീൻ്റെ പാദമാണ് ഇത് എന്നുള്ളത്. കാൽപാദമാണ് കേട്ടോ അവിടെ കാണുന്നത് ശരിക്കും. അപ്പം സീതാദേവീൻ്റെ ആണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ വെല്ലിച്ചനും ശരി വെച്ചു, അതങ്ങനെ തന്നെ ആയിരിക്കുന്നു. പക്ഷേ ശരിക്കും ഇത് ശ്രീരാമപാദമാണെന്നാണ് അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. ശ്രീരാമപാദമാണെന്ന്. ഇനി എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പം ഈ നാട്ടിലുള്ളവരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരോ ആയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അറിയാമെങ്കിൽ നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എനിക്കും കൂടെ അറിയാമല്ലോ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആണ്. അപ്പം നിങ്ങളെ നാട്ടിലുള്ളതല്ലേ, അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ അറിയെങ്കിൽ പറഞ്ഞുതരൂ. ഓക്കെ, എന്തായാലും കാണാൻ നല്ലൊരു പ്രത്യേകതയുണ്ട്. ഭയങ്കര ആ ഏരിയയൊക്കെ ആണെങ്കിൽ ഭയങ്കര പീസ്ഫുള്ളാണ്. ഭയങ്കര നമുക്ക് മൈൻഡിന് ഭയങ്കര റീഫ്രഷ്മെൻറ്റ് തരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അങ്ങനെ ആ സ്റ്റെപ്പുകൾ കയറി വന്നപ്പം ഇത്രയും ഭംഗിയുള്ള സ്ഥലത്തൂടെയാണ് രാവിലെ അങ്ങോട്ട് പോയിരുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അത്രയും ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സൂര്യൻ ഉദിച്ച് വരുന്നൊരു സമയമല്ലേ, അപ്പോൾ ആ ഒരു തണുപ്പ്, നമ്മളെ ശരീരം മൊത്തം നല്ല തണുപ്പാണ്. ആ തണുപ്പിലേക്ക് കുറച്ചൊരു ചൂട് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം ഉണ്ടാവുമല്ലോ, സൂര്യൻ്റെ ഒരു താപം ഏൽക്കുമ്പം. അതൊരു പ്രത്യേക സുഖമായിരുന്നു. അമ്പലമൊക്കെ ആണെങ്കിലും ചുറ്റിലും കാണാൻ നല്ല ഭംഗിയായിരുന്നു. രാത്രി വന്നപ്പോൾ ഒന്നും ഇത്രയും ഭംഗി എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അല്ലുടൻ ഈ കിടന്ന് കരയണ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷേ അപ്പം ഞങ്ങൾ വിചാരിച്ചു പോകാൻ വെറുതെ കരയണാണെന്ന്. പക്ഷേ സംഭവം ഇതായിരുന്നില്ല എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. എന്താ പറയുക, പ്രത്യേക ഒരു ഫീലായിരുന്നു മൊത്തത്തിൽ. മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും ഒക്കെ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. തുമ്പമ്മ നല്ല എന്താ പറയുക, ഞങ്ങളെ തണുപ്പൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അവിടെ ആ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിലെല്ലാം ഉപരി എനിക്ക് മനസ്സിന് എന്തോ ഒരു സമാധാനം വെച്ചാൽ അച്ഛനൊരു
ഒരു മോക്ഷം കിട്ടിയെന്നൊരു വിശ്വാസം, അതൊരു വിശ്വാസമായിരിക്കാം, എന്തോ വിശ്വസിക്കുന്നവർ വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മളെ മനസ്സിൻ്റെ ഒരു ഇതാണല്ലോ. അപ്പം അവിടെ പോയി അത് ചെയ്യാൻ പറ്റി, അച്ഛനൊരു മോക്ഷം കൊടുക്കാൻ പറ്റി. അച്ഛൻ വിഷ്ണുപാദം പൂകി എന്നാണ് പറയുക. അപ്പം അങ്ങനെയാണെന്ന് എന്താ പറയുക, മനസ്സിൽ വിശ്വസിച്ച് സമാധാനിക്കാൻ പറ്റി, അത്ര തന്നെ. പിന്നെ ഇതാ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യണത് അമ്പലത്തിനുള്ളിൽ കയറി തൊഴാൻ വേണ്ടിയിട്ട്, അവരൊക്കെ ബലിയിട്ടവരും ഒക്കെ ആയിരിക്കും. അപ്പം നമ്മളിത് അവിടെ കയറിയിരുന്നു. അല്ലൂട്ടൻ ഭയങ്കര കരച്ചിലാണ്. ഇത് വെള്ളി നക്ഷത്രത്തിലെ ജഗദീഷും പോലെയാണ്. ഒരുത്തി ചിരിക്കുന്നു, ഒരുത്തൻ കരയുന്നു. ഓന് വിശന്നിട്ടാണ്, ഇവളെന്തിനാ ചിരിക്കുന്നതെന്ന് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ ഗൈസ്. ഇനി നമ്മളിതാ ഉള്ളിൽ കയറി തൊഴണം അത്രേ. അപ്പോൾ ഉള്ളിൽ ഫോൺ എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വീണ്ടും തൊഴുത് വന്ന് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നമ്മൾ കാണുക കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെയിലടിക്കുന്നുണ്ട്, അപ്പോൾ നല്ലൊരു സുഖം, അതുകൊണ്ട് ഇവിടെ വന്ന് നിന്നതാട്ടോ. ശരിക്കും പറഞ്ഞാൽ കണ്ണൊക്കെ എന്തോ ഇറങ്ങിയ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു, അത് അല്ലൂട്ടൻ കഴിക്കണ കണ്ടപ്പണിക്ക് മനസ്സിലായി ചെക്കൻ ശരിക്കും വിശന്നാണ് കരഞ്ഞതെന്നുള്ളത് കേട്ടോ. എന്താ മോളെ, കൈ പിടിക്കാം. അങ്ങനെ ബലിതർപ്പണമൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ. നനഞ്ഞ ഡ്രസ്സിലാണ് ഇപ്പോഴും നടക്കുന്നത്. ഇനി ആ ഡ്രസ്സൊക്കെ മാറ്റണം അത്രേ. അപ്പോൾ അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്കറിയാം എൻ്റെ പെണ്ണ് ഒരു പോക്ക് പോകുന്നുള്ളത്. അപ്പം അങ്ങനെ വിചാരിച്ച പോലെ തന്നെ അവിടെ കൈ അങ്ങോട്ട് വിട്ടാൽ കഴിഞ്ഞതാ കണ്ടോ, ഒരു സൈഡിലേക്ക് കാറ്റാടി പോലെ അങ്ങോട്ട് പോവാണ് കണ്ടോ. പക്ഷേ ഇടയ്ക്കൊന്ന് വീഴാൻ പോയിട്ടോ, ഞങ്ങൾ പേടിച്ചു പോയി. പക്ഷേ കുഴപ്പമില്ല, അവൾ വേഗം പോയിട്ടാ. ഞാൻ അതാ കണ്ടോ, അങ്ങനെ വേഗം പോയി അവിടെ നിന്ന് എന്തൊക്കെയോ എടുക്കാനുള്ള പോക്കാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ നല്ല നമുക്ക് കഴിയട്ടെ, ഡ്രസ്സ് മാറ്റട്ടെ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് അവളെ പിടിച്ചുകൊണ്ട് വന്നു. ഇനിയിപ്പം പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് എന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും സമാധാനം തരില്ല ഗൈസ്. ഇവർക്ക് ഇങ്ങനെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനും അങ്ങനെ തന്നെ, അവരോട് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇത് നമ്മൾ താമസിച്ച ആ ഒരു സ്ഥലത്തേക്ക് വന്നു. ഡ്രസ്സൊക്കെ മാറണം. ഞങ്ങൾ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പെരളശ്ശേരി അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സെറ്റ് സാരി കൊടുക്കാമെന്ന് ഞങ്ങളെല്ലാവരും സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗൈസ് അവസാന നിമിഷം ഞങ്ങളെല്ലാവരും പ്ലാൻ മാറ്റി. ആയിരിക്കായിരുന്നു സങ്കടം. ആര് പറഞ്ഞു വാ ചേച്ചി നമുക്ക് സെറ്റ് സാരി കൊടുക്കാം. പക്ഷേ ഞങ്ങൾക്ക് വണ്ടിയിലിരുന്നിട്ടേ മടുത്തു. ഇനിയിപ്പോൾ സെറ്റ് സാരി കൊടുത്തിട്ട് പിള്ളേരെയും കൊണ്ട് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചുരിദാർ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പോകുന്നത്, ഞങ്ങൾ ഇനി പുറത്തൊന്നും ചായ കുടിക്കുന്നില്ല, അമ്പലത്തിൽ നിന്നായിരുന്നു കേട്ടോ രാവിലത്തെ ചായ കൂടിയൊക്കെ. അച്ചച്ചൻ ഫുള്ള് വയനാട്ടിൽ വരുമ്പോഴത്തേക്കും ഫുൾ സെറ്റായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ചച്ചനും തുമ്പിയും കൂടെ ഹൈഫൈ കാണിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇനിയിപ്പോൾ ഇറങ്ങുകയാണ്. അതിൻ്റെ മുന്നേ ഇനി തുമ്പിക്കോ അല്ലൂട്ടനും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണത്രേ. അപ്പോൾ ഇതാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി നോക്കട്ടെ എന്താ വാങ്ങിക്കുക എന്നുള്ളത് കേട്ടോ. അച്ചച്ചനും വലിയച്ഛനൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് തിരക്കുള്ള ടീംസാണ്. പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ വേഗം പോയി വാങ്ങിക്കട്ടെ വെച്ചിട്ട് വേഗം ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. തുമ്പിപ്പണ്ണി തത്തമ്മേനെ വാങ്ങിച്ചു. തത്തമ്മേനെ കണ്ടപാട് എനിക്ക് തത്തമ്മ മതി എന്ന് പറഞ്ഞ് തത്തമ്മേനെ വാങ്ങിച്ചു. അല്ലുട്ടൻ ഇവിടെ നോക്കിയിട്ടും തീരുന്നില്ല കേസ്. അവസാനം ഈ ഒരു ഗണ്ണാണ് വാങ്ങിച്ചത്. ഇവന് ഗണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം തേജുവിനും അല്ലുട്ടനും ഒരു ഗണ്ണിൻ്റെ സെറ്റും കൂടെ വാങ്ങിച്ചു. അങ്ങനെ നമ്മളിതാ തിരിച്ച് വണ്ടിയിലേക്ക് പോവാണ്. വണ്ടിയിൽ കയറി ഇനി നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരളശ്ശേരിയാണ്. അതെന്ന് വെച്ചാൽ കണ്ണൂരാണുള്ളത് കേട്ടോ. അപ്പം നമ്മൾ പാൽച്ചുരം വഴി ഇറങ്ങിയിട്ടാണ് പോണുള്ളത്. നമ്മൾ വന്ന വഴിയല്ല, വേറെ റൂട്ടിനാണ് പോണത്. കണ്ണൂരേക്കാണല്ലോ പോണത്. അപ്പം അങ്ങനെ. അപ്പോൾ ഇന്ന് സ്റ്റോറി കണ്ടപ്പോൾ ആരൊക്കെയോ എന്നോട് ചോദിച്ചു ചേച്ചി കണ്ണൂരാണെന്ന് ചോദിച്ചു. കണ്ണൂരാണെന്നൊക്കെ ചോദിച്ചിട്ട് 2-3 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഞാൻ കണ്ണൂരാണ് ചേച്ചി, അവിടെ അടുത്താണ്, ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ കാണാൻ വന്നേനെന്ന് പറഞ്ഞ കുറേ പേരുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. നമുക്കൊരിക്കൽ കാണാം. ഇത് ഞാനും ഒട്ടും പെരളശ്ശേരി നിന്ന് വരുന്നു അങ്ങനെയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല. അതുകൊണ്ടാണ്. നല്ല ഉണ്ണിയപ്പം കിട്ടുമെന്ന് കേട്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ, ഉണ്ണിയപ്പം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. ഞങ്ങളിതാ പോവുകയാണ്. അപ്പോൾ ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞുകൊണ്ട് തന്നെ മാനന്തവാടി എത്തിയപ്പം വലിയച്ഛനും ഇറങ്ങി കേട്ടോ. അവർക്ക് വേറെ സ്ഥലത്ത് പോകാണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ പോയി. നമ്മളാണ് ഇനി പെരളശ്ശേരിക്ക് പോകണത് കേട്ടോ. അപ്പോൾ അച്ചച്ചനും ഞാനൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അച്ചച്ചന് വിശക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അച്ചച്ചനെ ഇറങ്ങി. ഞങ്ങൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ അച്ചച്ചൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് പൊറോട്ടയും കുറുമക്കറിയും കഴിച്ചു. ഫുള്ള് പൊറോട്ടയായിരുന്നു ഗൈസ്. ഈ ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ കുറേ പൊറോട്ട കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കുറുമക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നല്ല അടിപൊളി ചായയൊക്കെ കുടിച്ചു. അച്ഛൻ്റെയൊക്കെ കൂടെ പോയാൽ എന്താ കാര്യം എന്നറിയോ, ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു ക്ഷാമം ഉണ്ടാവില്ല. എനിക്കും അപ്പൂനാണെങ്കിൽ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിച്ചിട്ടാണ് എവിടെയും യാത്ര പോവുകയും വരികയും ചെയ്യുക. അച്ഛൻ ഇങ്ങനെ വഴിക്കൊക്കെ നിർത്തി എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടേ പോകാൻ പറ്റും. എപ്പോഴും കുറിച്ചുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് ഒരു ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചിട്ടാണ് പോണത്. അത് പിന്നെ സിനിമയ്ക്ക് പോയാലും കൂൾ ബാർ പോയാലും എവിടെ പോയാലും ഞങ്ങൾ നോക്കും ഗ്രേപ്പിൻ്റെ ജ്യൂസ് ഉണ്ടോയെന്ന്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കും ഇഷ്ടം, എനിക്കും ഇഷ്ടം, അപ്പൂനും ഇഷ്ടം കേട്ടോ.
അങ്ങനെ ഞങ്ങൾ പിന്നെയും ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. കുറേ സമയമൊക്കെ ഞങ്ങൾ ഉറങ്ങി തീർത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞത് ആ പെരളശ്ശേരി അമ്പലം, ഇവിടെയും നമ്മുടെ ആധാരം വെക്കേണ്ടി വരുന്ന തോന്നുന്നത്. കയറിയപ്പോൾ തന്നെ ഇതാണ് കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഇവിടെയും ഒരു കുറവുമില്ലല്ലോ ഇതിന്. മക്കളെ കാര്യത്തിൽ മക്കളെയും കൊണ്ട് പോയാൽ ഏറ്റവും വലിയ ടാസ്ക് ഇതിൻ്റെ മുന്നിൽ കൂടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇതാ നമ്മുടെ പെരളശ്ശേരി അമ്പലം. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പെരളശ്ശേരി അമ്പലത്തിൽ പോണത്. അതുകൊണ്ട് തന്നെ പോണതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ അവിടുത്തെ കുളമാണ് കണ്ടത്. അടിപൊളി കുളമാണ് കേട്ടോ. ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് അമ്പലക്കുളം. അപ്പം അവിടെ അടുത്തുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ അത്യാവശ്യം നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഇരുന്നിരുന്ന് നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇറങ്ങി ഞങ്ങൾ. അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു കാറ്റ്. അത് ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണൂർ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങളെ ഹോസ്റ്റലൊക്കെ എനിക്ക് അപ്പോൾ ഓർമ്മ. ഞങ്ങളെ ഹോസ്റ്റലിന് മുമ്പ് തന്നെ ഒരു ആലുണ്ടായിരുന്നേ. അതിൻ്റെ ചോട്ടിലിരുന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിക്കായിരുന്നത്. അപ്പോൾ ഭയങ്കര കാറ്റായിരിക്കും കേട്ടോ അവിടെ. അങ്ങനെ അപ്പോൾ എൻ്റെ ടോപ്പിൻ്റെ റിവ്യൂ ലിങ്ക് ചോദിച്ചു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഈ ടോപ്പ് മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തത്. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവരാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഡ്രസ്സായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ കുളം. അതിൻ്റെ പടവുകളാണല്ലേ, നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറിയില്ല, കാരണം റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടേക്ക് ഇറങ്ങണം. അതിൻ്റെ മുമ്പേ ഞങ്ങൾ ബാത്റൂം, ഞങ്ങൾക്ക് എവിടെ പോയാലും ഫസ്റ്റ് ബാത്റൂം വേണം ഗൈസ്. അങ്ങനെ ബാത്റൂം പോയിട്ട് വരികയാണ് കേട്ടോ. അതാ അല്ലുട്ടനുണ്ട്, റീനമ്മ ഉണ്ട്, എല്ലാവരും. പിന്നെ തുമ്പമ്മേൻ്റെ ഓടിക്കളിയായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്തുള്ള കളിയാണ് കേട്ടോ അവളുടെ. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. നല്ല സാമ്പാറൊക്കെ ആയിരുന്നു. നമ്മളവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ തുമ്പമ്മേൻ്റെ ഓടിക്കളിയായിരുന്നു കേട്ടോ. ഭയങ്കര ഓട്ടമായിരുന്നേ. എനിക്ക് ഇപ്രാവശ്യം അമ്പലങ്ങളിൽ പോയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാൻ തോന്നിയൊരു കാര്യം എന്താ അറിയോ, നമ്മുടെ അവിടെയുള്ള ക്ഷേത്രത്തിലുള്ള ആൾക്കാരുടെ പെരുമാറ്റം വളരെ നല്ല പെരുമാറ്റമായിരുന്നു. തിരുനെല്ലി ആയിക്കോട്ടെ, തൃശ്ശേരി ആയിക്കോട്ടെ, അതുപോലെ പെരളശ്ശേരി ആയിക്കോട്ടെ. ഇവിടെ 3 അമ്പലങ്ങളിലാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നിടത്താണും അമ്പലത്തിനുള്ളിലാണെങ്കിലും ഒക്കെ ആൾക്കാർ നല്ലൊരു പെരുമാറ്റമായിരുന്നു കേട്ടോ. അതല്ലെങ്കിലും ഞാൻ എപ്പോഴും അമ്മേനോട് പറയുന്നുണ്ട്, കണ്ണൂരുകാർക്കൊരു പ്രത്യേക സ്നേഹമാണ്, അവൻ നല്ലൊരു പെരുമാറ്റമാണ് എന്നുള്ളത് എപ്പോഴും പറയലുണ്ട് കേട്ടോ. വയനാട്ടുകാർക്കും ഉണ്ട്, ഞാനതല്ല പറഞ്ഞ. പക്ഷേ ഞാൻ കണ്ണൂർ പഠിച്ചുകൊണ്ട് എനിക്ക് അവിടേക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റാണ് ആ ഒരു കാര്യത്തിൽ. അല്ലുട്ടനും തുമ്പി ഓടി നടന്ന് എൻ്റെ അമ്മ കളിക്കാൻ പറ്റുന്ന അത്രയും കുരുത്തക്കെടാർന്ന് കളിച്ചിട്ടുണ്ട്. അല്ലുട്ടൻ എന്ത് ചെയ്യുന്നു അത് തുമ്പി അതേപോലെ റിപ്പീറ്റ് ചെയ്യും. എത്ര തവണ ആ തലയിടിച്ചെന്ന് അറിയാം. എന്നിട്ടും കുട്ടി അത് നിർത്താണ്ട് ചെയ്യുകയാണേ. പിന്നെ കുനിഞ്ഞു തുടങ്ങിട്ടോ പേടിയായിട്ട്. പിന്നെയും കുറേ കഴിയുമ്പോൾ പിന്നെയും തലമുട്ടും. അങ്ങനെ ഓടിക്കളിയായിരുന്നു. പക്ഷേ കണ്ടിരിക്കാൻ നല്ല രസമുള്ള, ഞാൻ കുറേ നേരം കണ്ടിരുന്നു. പക്ഷേ എനിക്ക് പേടിയായിരുന്നു, ഇവരെ ഏതെങ്കിലും ഓടിക്കയറി കാണാണ്ടൊക്കെ ആയാലേ. ഞാനിട്ട് ഇങ്ങനെ 2 എണ്ണത്തിന് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ നേരം വരെ പിന്നാലെ ഞാൻ നടന്നു. പിന്നെ എനിക്ക് മനസ്സിലായി നടത്ത് എനിക്ക് അത്ര ശരിയാവില്ല, എനിക്ക് കാലൊക്കെ വേദനിച്ചിട്ട് പോയി. അച്ഛനും അമ്മയൊക്കെ അവിടെ സൈഡായിരുന്നു. അപ്പോൾ അത് അവിടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്കായി തുമ്പമ്മേനെ. പിന്നെ ഞാൻ അവിടെ പോയി പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ്. പിന്നെ അത് അപ്പുമാമനും തുമ്പിയും കൂടെ ഭയങ്കര കളിയായിരുന്നു. ഓടി തൊട്ട് കളിക്കുക, സാറ്റ് കളിക്കുക, അവരൊക്കെ ഇതിന് പറയും. കാരണം ഞങ്ങൾക്ക് കുറേ സമയം അവിടെ ഇരിക്കാണ്ടായിരുന്നു. വൈകുന്നേരം 4:15 ആകുമ്പോഴാണ് നട തുറക്കുക എന്ന് പറഞ്ഞു. ഞങ്ങൾ ഓൾറെഡി അവിടെ ഒരു 12 സംതിങ് ഒക്കെ ആകുമ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം ഞങ്ങൾ അവിടെ ഇരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ, ആ ഒരു ആംബിയൻസിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഇത് അപ്പു ഓളയും കൂട്ടി പോയി. ഓക്കൊരു പാവക്കുട്ടിയും കൈ നിറയെ വളയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. കാരണം ഓളയും കൊണ്ട് വെറുതെ നടക്കാൻ ഇറങ്ങി, ഓൾ ഇതൊക്കെ പിരിപ്പിച്ച് വന്ന്. അപ്പോൾ പിന്നെ അല്ലുട്ടനെയും കൊണ്ട് പോകണ്ടേ. അല്ലുട്ടനെയും കൊണ്ട് നെക്സ്റ്റ് ട്രിപ്പ് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. തുമ്പമ്മ ഭയങ്കര ഹാപ്പി. തുമ്പിക്കല്ലല്ലോ എവിടെ പോയാലും ബേബി എന്നൊരു വിചാരമുള്ളൂ. ഈ ബേബീനെ കളിപ്പിക്കുക, അതിനെ ഉറക്കുക, ഇതൊക്കെയാണ് ഓളെ ഇഷ്ടപ്പെട്ടത്. അപ്പു നോക്കിയിട്ട് സെലക്ട് ചെയ്ത വളകൾ കണ്ടോ, ഹമ്പ. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയി. ഞാൻ കുറച്ച് കമ്മലൊക്കെ നോക്കിയിട്ട്, പക്ഷെ നല്ല റേറ്റൊക്കെ ഉണ്ട്. അതല്ലെങ്കിലും എവിടെ പോയാലും ഞങ്ങൾക്ക് കമ്മലും മുഖ്യം ബിഗിലെന്ന് ഞാനാണെങ്കിലും ആരെയാണെങ്കിലും. പിന്നെ ഈ ഒരു സംഭവം വാങ്ങി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ തുമ്പമ്മേനെയൊക്കെ കണ്ണിലേക്കൊക്കെ അടിച്ചാൽ പണി കിട്ടും. പിന്നെ അല്ലുട്ടൻ അതിൻ്റെ ഉള്ളിൽ കുറേ നേരം കളിച്ചിട്ടോ. ഇവനെ എവിടെ പോയാലും ഇങ്ങനെ കുറേ സാധനം വാങ്ങിക്കൊണ്ടുവന്ന് വീട് നിറച്ച് ഇവരെ കളിപ്പാട്ടം തട്ടി നടക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാട്ടോ വീട്ടിൽ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് പോയാൽ അമ്മയച്ഛൻ്റെ ചീത്ത അറിയില്ല, ഇതൊക്കെ എവിടെയാണ് വെക്കുക എന്ന് ചോദിച്ചിട്ട്. അത്രയും കളിപ്പാട്ടുണ്ട്, 4 പേർക്ക് വാങ്ങണം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുളത്തിൽ പോയി. കുളത്തിൽ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അധികം നേരം അവിടെ ഇരിക്കാൻ പറ്റിയില്ല. അതിനേക്കാൾ ഉപരി എനിക്ക് എൻ്റെ 2 മക്കളുള്ളതുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാനേ പറ്റിയില്ല. ഫ്രീ ആയിട്ട് ഫിഷ് സ്പാ കിട്ടുമായിരുന്നു, പക്ഷെ നടന്നില്ല ഗൈസ്. ഞാൻ കുറച്ച് നേരമൊക്കെ കാല് വെച്ചിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അല്ലുട്ടനും തുമ്മിയും വെള്ളത്തിലിറങ്ങാൻ വേണ്ടി ഫുൾ അലമ്പായിരുന്നു. പിന്നെ വെയിൽ കൊണ്ടിട്ടാണെങ്കിൽ റീനമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, തലവേദന. അമ്മയ്ക്ക് മൈഗ്രൈൻ്റെ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പം അമ്മ അയ്യോ വെയിൽ കൊണ്ടേ അയ്യോയ്ക്ക് വയ്യേന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉഷമ്മയാണെങ്കിലും കുറച്ച് നേരം അവിടെ ഇരുന്ന് അമ്മയും നൈസായിട്ട് സ്കിപ്പായി. അപ്പോൾ പിന്നെ ഞങ്ങളും കയറി പോന്നു കേട്ടോ. അപ്പവും അല്ലുട്ടനും ഒക്കെ ആണെന്ന് കുളത്തിൽ മുങ്ങിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. തുമ്പമ്മ അതെ ഫുള്ള് കളിയായിരുന്നു കേട്ടോ. നിറച്ച് മീനാണ് കേട്ടോ അവിടെ. കാല് വെച്ചതേ ഓർമ്മയുള്ളൂ, എല്ലാവരും കൂടെ വന്ന് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ മൂന്നാറൊക്കെ പോയ സമയത്ത് നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ സ്പാ ചെയ്യിക്കുക. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ എന്താ, നമ്മൾ വെള്ളം അധികം ഇളക്കി അലമ്പാക്കരുത്. അല്ലുട്ടനാണെങ്കിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. തുമ്പമ്മ അതെ കണ്ടോ, തുമ്പീനെ പക്ഷേ കടിച്ചേ ഇല്ല കേട്ടോ.
തുമ്പി അല്ലൂസം വെള്ളം കണ്ടാൽ പിന്നെ അങ്ങോട്ട് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അമ്മ കുറച്ച് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു പമ്പരം പോലത്തെ സാധനം വാങ്ങി ഇത് വെച്ച് വെള്ളത്തിൽ കളിയായിരുന്നു തുമ്പീൻ്റെ മെയിൻ ഹോബി. ഇതാ കണ്ടില്ലേ, എൻ്റെ കാലവിടെ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വന്ന് പൊതിഞ്ഞ് നല്ല രസമുണ്ടായിരുന്നേ. ആര്യക്ക് ഭയങ്കര പേടിയാണ്. ആര് കാല് വെക്കലും ഒന്ന് കടിച്ചാൽ കാലൊരൊറ്റ പൊക്കലാട്ടോ, പേടിയാണ്. അപ്പോൾ ഇവരിങ്ങനെ വെള്ളത്തിലിങ്ങനെ വെള്ളം ഇങ്ങനെ ഇളക്കുന്നതുകൊണ്ട് അധികം മീൻ വരാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് കുറച്ച് നേരം കാല് വെച്ചു. കുറച്ച് നേരം വെച്ചതേ ഓർമ്മയുള്ളൂ. അപ്പോഴത്തേക്ക് അല്ലൂസും തുമ്പിയും കൂടെ എന്തൊക്കെയോ ഒപ്പിക്കും. പിന്നെ ഞാൻ എണീറ്റ് പോകും. അങ്ങനെ അല്ലെങ്കിൽ മക്കളായാൽ പിന്നെ നമ്മൾ പണ്ട് വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കൂലല്ലോ. എന്താ കണ്ടോ, ഉഷമ്മ അമ്മയും വെച്ച് വെക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് കാല് വെച്ചിരിക്കുന്നുണ്ട്. അപ്പു വെള്ളത്തിൽ മുങ്ങി എണീക്കുകയാണ് ഗൈസ്. അപ്പോൾ ആരും അവിടെ നിന്ന് പറയുന്നുണ്ട് നല്ല അടിപൊളി ലുക്കിൽ പൊങ്ങാൻ വേണ്ടി. അതാണ് ആ കണ്ടത് കേട്ടോ നിങ്ങൾ. പിന്നെ അല്ലുട്ടനും ഇതായി ഇറങ്ങിയിരിക്കുന്ന തുമ്പമ്മ പിന്നെ ഇവിടെ ഫുള്ള് കളിയിലാണ്. അല്ലെങ്കിലേ അവൾക്ക് കപക്കെട്ടാണ് കേട്ടോ. എനിക്ക് അതാണ് ഇപ്പോൾ ആകെ ടെൻഷൻ. അപ്പൂൻ്റെ കൂടെ ഇറങ്ങി കളിക്കും. എനിക്ക് പേടിയാണ് ഇങ്ങനെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകാൻ. കാരണം എനിക്ക് വെള്ളത്തിൽ മുങ്ങാൻ പേടിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഇതാ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളൊരു മേല് കഴുകി ഒരു ഫ്രഷ്നെസ്സിൽ ഇങ്ങനെ വന്നതാട്ടോ. പിന്നെ ഏട്ടനും അനിയത്തിയും കൂടെ അവിടെ നിന്ന് ഭയങ്കര കളിയിലായിരുന്നേ. അവിടെ ആൾക്കാരൊക്കെ നോക്കിക്കോ, അവർ ഭയങ്കര കളി, ഒച്ചപ്പാട്, സാറ്റ് കളിക്കുന്നു, ഓടി തൊട്ട് കളിക്കുന്നു, ഫുള്ള് കളിയായിരുന്നു. പക്ഷേ എന്താ, എനിക്ക് ഭയങ്കര, ഞാൻ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോവും, തൊഴുവും വരും. പിന്നെ ഒരു പ്രാവശ്യം ഗുരുവായൂർ ഞാനിങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. കുറേ സമയം അവിടെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോൾ വേറൊരു ഫീലായിരുന്നു. ഗുരുവായൂർ വേറൊരു ഫീലാണ്, ഇവിടെ വേറൊരു ഫീലാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുവാണ്. താഴെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, വിഷ്ണു ക്ഷേത്രം തന്നെയാണ് തോന്നുന്നു, ഇതിൻ്റെ പെരളശ്ശേരിൻ്റെ താഴെ. ആ അമ്പലത്തിലും ഞങ്ങൾ തൊഴുതു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുവാണ് കേട്ടോ. ഇനി വീട്ടിലേക്കാണ് നേരെ വെച്ച് പിടിക്കുന്നത്. എനിക്കൊരു സംശയമുണ്ട്, നിങ്ങൾ ആ നാട്ടിലുള്ളവരല്ല അതിനെക്കുറിച്ച് അറിയുന്നവരാരെങ്കിലും ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആക്ച്വലി പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രം അല്ലേ, അപ്പം അവിടെ എന്തുകൊണ്ടാണ് നാഗങ്ങൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ്? കാരണം ഞാൻ അവിടെ പല സ്ഥലങ്ങളിലും കണ്ടു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നാഗങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പ്രതിമകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഫുള്ളൊരു അങ്ങനെ ഒരു ടച്ചായിരുന്നു. പക്ഷേ സുബ്രഹ്മണ്യ ക്ഷേത്രമല്ലേ, അതെന്തുകൊണ്ടാണ്? ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ അവിടുന്ന് അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ നീ ഗൂഗിളായിട്ടും ചെയ്ത് നോക്കുമെന്ന്. അമ്മയ്ക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ അതെനിക്കൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാലോ. പിന്നെ എപ്പോഴത്തെയും പോലെ പോണ വഴിക്ക് ഞങ്ങളിതാ വണ്ടി നിർത്തി ഒന്ന് ചായ കുടിക്കാനൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇരുന്നിരുന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല ബാക്ക് പെയിനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ കുറച്ച് നന്നായി കുറേ നേരം ട്രാവൽ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കടുക്ക ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് എലത്തൂരിൽ നിന്ന്. അത് കഴിഞ്ഞ് ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഫുഡ് കഴിച്ചു. ബിരിയാണി കഴിച്ചു, കാരണം കുറേ ദിവസം വ്രതമായിരുന്നല്ലോ, അതുകൊണ്ട് കേട്ടോ. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷോർട്ടാക്കി പറഞ്ഞതെന്നല്ലേ, ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്ളോഗർ സൈഡായിരുന്നു ഗൈസ്. ഞാൻ നല്ലപോലെ വയ്യാണ്ടായി സൈഡായി പോയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ബാക്ക് പെയിൻ ഒന്നും ശരിക്കും മാറിയിട്ടില്ല, അത്രയും വയ്യാണ്ടായി പോയി. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. അച്ഛൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബലിതർപ്പണങ്ങളും കാര്യങ്ങളും തിരുനെല്ലിയിൽ കൊണ്ടുപോകലും ഒക്കെ ആയിരുന്നു ഈ ഒരു യാത്ര. അപ്പം എല്ലാം ശുഭമായി കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ബാക്കി ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, എൻ്റെ ആരോഗ്യം എന്നെ അതിന് അനുവദിച്ചില്ല, സൈഡായിപ്പോയി. പിന്നെ ഫോണും ഞാനും ഒക്കെ ഡെഡായിപ്പോയി, അതുകൊണ്ടാണൊന്നും എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പം നമ്മുടെ ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വേഗം ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.